വളരെ സീരിയസ് സിറ്റുവേഷനിലൊക്കെ ചിരിക്കുന്ന ഒരാളാണ് താനെന്ന് നടി നിഖില വിമൽ. ഒരു അഭിമുഖത്തിനിടയിലായിരുന്നു നിഖില വിമൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ആരെങ്കിലും എന്നെ സീരിയസ് ആയിട്ട് ചീത്ത പറഞ്ഞാലും മരണ വീട്ടിൽ പോയാലും താനും ചേച്ചിയും പരസ്പരം മുഖത്ത് നോക്കി ചിരിക്കുമെന്നും നടി പറഞ്ഞു. അച്ഛനും അമ്മയും എന്നെയൊന്നും മരണവീട്ടിലൊന്നും കൊണ്ടുപോകാറില്ല, കാരണം ഞാനും ചേച്ചിയും അവിടെ പോയാലും പരസ്പരം നോക്കി ചിരിക്കും. പല മരണ വീട്ടിൽ നിന്നും അമ്മ ഞങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതിനർത്ഥം മരിച്ചവരുടെ ബോഡി കാണുമ്പോൾ ചിരി വരുന്നു എന്നല്ല, ആ സാഹചര്യത്തിൽ ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരി വരാറുണ്ടെന്നാണ്. മരണപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മളൊക്കെ കേൾക്കുന്നത് ഇവരൊക്കെ മരുമകളെ ഉപദ്രവിച്ചിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെയായിരിക്കും. അപ്പോൾ അവരെക്കുറിച്ചൊരു ഇമേജും നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. പക്ഷേ അവർ മരിച്ചു കഴിഞ്ഞാൽ ബോഡി കൊണ്ടുവരുമ്പോൾ ഇതേ ആളിനെ അയ്യോ അമ്മേ എന്തിനാ പോയത്, എന്നെയും കൊണ്ടുപൊക്കൂടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് ചിരിവരുന്നത്. നിഖില വിമൽ പറഞ്ഞു. മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് നിഖില വിമൽ. വെള്ളിത്തിരയിൽ എത്തി ചുരുങ്ങിയ നാളുകൾ തന്നെ തന്റേതായാരിടം സ്വന്തമാക്കിയ നിഖില നടത്താറുള്ള പല പ്രതികരണങ്ങളും ശ്രദ്ധ നേടാറുണ്ട്. ചിലപ്പോൾ ഇതിന്റെ പേരിൽ വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട് താരം. എന്നാലും തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സധൈര്യം തന്നെ നടി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴിതാ സ്ത്രീധനത്തെക്കുറിച്ചും ഇതിന്റെ പേരിൽ നടക്കുന്ന ആത്മഹത്യകളെക്കുറിച്ചും സംസാരിക്കുകയാണ് നിഖില. നമ്മുടെ നാട്ടിൽ സ്ത്രീധനം വാങ്ങുന്നവരും ചോദിക്കുന്നവരും ഉണ്ടാകാം. ഒരു ജില്ലയുടെയോ നാട്ടുകാരുടെയോ പ്രശ്നമല്ല ഇത്. വ്യക്തികളുടെ പ്രശ്നമാണെന്ന് നിഖില പറയുന്നു. എല്ലാവർക്കും വിവാഹം കഴിപ്പിച്ച് വിടാൻ ആവേശമാണെന്നും ശേഷം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവരാരും ഉണ്ടാകില്ലെന്നും നിഖില പറയുന്നു. സൈന സൗത്ത് പ്ലസിനോട് ആയിരുന്നു നടിയുടെ പ്രതികരണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇല്ലാത്തത് മെന്റൽ സ്ട്രെങ്ത് ആണ്. എല്ലാവരും വീക്കാണ്. എല്ലാവർക്കും ഡിപ്രഷനും ആൻസൈറ്റിയും ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. സംഗതി എന്താണെന്ന് അറിയാത്തത് കേണ്ടോ മറ്റോ മുൻപ് ആളുകൾ ഇവയെ അന്നും തുറന്നു പറഞ്ഞിരുന്നില്ല, പക്ഷേ എന്നാലും അവരത് ഡീൽ ചെയ്തിരുന്നു. ഇന്നതല്ല അവസ്ഥ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളോട് കാര്യം പറയും. ഞാൻ പറയുന്ന കാര്യം അവർ വേറെയൊരു തരത്തിലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഒരിക്കലും നമുക്ക് തിരിച്ചുവരാൻ സാധിക്കില്ല. ഇതൊന്നും ഒരു വിഷയമില്ല എന്ന് അയാൾ പറയുകയാണെങ്കിൽ നമുക്ക് ആര് മെന്റൽ സ്ട്രെങ്ത് വരും? ഇത്രയും സോഷ്യൽ മീഡിയ ആക്റ്റീവായ സാങ്കേതിക രംഗം വളർന്ന സാഹചര്യത്തിലും എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുവെന്ന് അറിയില്ല. ഒരുപക്ഷെ കുടുംബത്തിലെ സാഹചര്യമാകും എന്നാണ് സ്ത്രീധനത്തിന്റെ പേരിലുള്ള ആത്മഹത്യകളെക്കുറിച്ച് നിഖില പറയുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീധനം വാങ്ങുന്നവരും ചോദിക്കുന്നവരും ഉണ്ടാകാം. ഒരു ജില്ലയുടെയോ നാട്ടുകാരുടെയോ പ്രശ്നമല്ല ഇത്. വ്യക്തികളുടെ പ്രശ്നമാണ്. നമ്മുടെ ലൈഫിൽ എന്താ വേണ്ടെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. സ്ത്രീധനം കേടുക്കണോ വേണ്ടയോ എന്നെല്ലാം അവനവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അച്ഛനും അമ്മയും അല്ല, വിവാഹം കഴിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. കല്യാണം കഴിപ്പിച്ച് വിടാൻ കാണിക്കുന്ന ആവേശമെന്നും ഒരു പ്രശ്നം ഉണ്ടായാൽ ഇവരാരും കാണില്ല, എല്ലാവരും ഇത് നിങ്ങളുടെ കുടുംബമല്ലേ എന്നാണ് പറയാറ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എന്നും നിഖില പറയുന്നു.